എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ വരുന്ന 21 വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു അല്ലേ? അപ്പോൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അതൊരു ജനിതകപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവസ്ഥ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ക്രോമസോമുകളുണ്ട് അല്ലേ? ആ ക്രോമസോമുകളിൽ അഡീഷണൽ ഒരു ക്രോമസോമും കൂടി ചേരുമ്പോഴാണ് ഈ ഒരു ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അത് കൂടുതലും ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അമ്മമാർക്ക് 32 വയസ്സിന് മേലെയുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസേൺ ആണ്. കുഞ്ഞിന് എന്താ പറയുക, ഈ വക ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺസേൺ തന്നെയാണ്. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ അവരുടെ പ്രത്യേക തരമാണ് അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കാണുമ്പോൾ ഈ കുട്ടി ഡൗൺ സിൻഡ്രോം ആണ് എന്നത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ അവരുടെ നോസ് എന്ന് പറയുന്നത് പതിഞ്ഞിരിക്കുന്ന നോസ് ആയിരിക്കും. മാത്രമല്ല പ്രൊട്രൂട്ടഡ് ആയിട്ടുള്ള ടങ് ആയിരിക്കും. അവർ എപ്പോഴും ചില കുഞ്ഞുങ്ങൾ നാക്ക് പുറത്തിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരാം. മാത്രമല്ല അവരുടെ ഇയേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുന്നത്, കൂർത്ത ഇയേഴ്സ് ആയിരിക്കും അവർക്കുള്ളത്. സ്ലാൻഡിങ് ആയിട്ടുള്ള ഐസ് ആയിരിക്കും അവർക്ക് കാണപ്പെടുന്നത്. ഫ്ലാറ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള ഫീറ്റ് ആയിരിക്കും അവർക്ക് ഉള്ളത്. മാത്രമല്ല ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ ചില കുഞ്ഞുങ്ങൾ വളരെയധികം ഹാപ്പിനെസ് ഉള്ളവരായിരിക്കും. ചില കുഞ്ഞുങ്ങളിൽ വളരെയധികം അതായത് സാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഇമോഷൻസിൽ ഡിഫറൻസസ് അവരുടെ ഡൗൺ സിൻഡ്രോം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ തന്നെയല്ല, മാറി 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 തന്നെ ഇരിക്കും. അപ്പൊ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ ഉള്ള അമ്മമാർക്കാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. മാക്സിമം നമുക്ക് ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഉള്ള ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇവർക്ക് വേണ്ടി തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടീമിൽ വരുന്നത് പീഡിയാട്രീഷ്യൻ, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. കാരണം ഇവർക്ക് ഈ ഒരു മൈൽ സ്റ്റോൺസും കാര്യങ്ങളും ഒക്കെ ഡിലേ വരാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ ഓരോ മാസത്തിലും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഇവർക്ക് നൽകുക. ഇവർക്ക് ഹാർട്ട് ഡിസീസ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളെ നമ്മൾ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, നമ്മൾ അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള തെറാപ്പീസും നമ്മൾ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. നമ്മൾ ശരിയായിക്കോളും എന്നുള്ളൊരു ഓപ്ഷനിൽ ഇരിക്കാനായിട്ട് പാടില്ല. മന്ത്ലി ഉള്ള ഫോളോ അപ്പ് കറക്റ്റ് ആക്കുക. നമ്മളൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ കുഞ്ഞിനെ നോക്കുന്നത് ചിലപ്പോൾ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ പാരൻസ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് ആ രീതിയിലായിരിക്കും അവരുടെ ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. അപ്പോൾ വീട്ടിലുള്ളവർ, പാരൻസും കൂടെയുള്ള റിലേറ്റീവ്സും ഒക്കെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം രീതിയിലുള്ള എഫേർട്ട് ഇട്ട് തന്നെ അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. പല രീതിയിലുള്ള ടാസ്കും അതല്ലെങ്കിൽ പല രീതിയിലുള്ള കഴിവുകളും ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരു മേഖലയിലോട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഓക്കെ.